പ്രിസ്ക്രിപ്ഷൻ കമ്പൽസറി ആയിട്ടുള്ള മെഡിസിൻ. ഈ പ്രിസ്ക്രിപ്ഷൻ കമ്പൽസറി ആയിട്ടുള്ള മെഡിസിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് എന്നതല്ല അതിൻ്റെ അർത്ഥം. വാലിഡ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ, അതായത് പ്രസൻറ്റ് ഡേറ്റ്, അതായത് എന്നാണോ ആ മെഡിസിൻ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ എഴുതി ഏതുവരെയാണോ ആ മെഡിസിൻ കഴിക്കേണ്ടത് എന്നുള്ള ഡ്യൂറേഷനും ആ കറക്റ്റ് ഡേറ്റും, അതാണ് ശരിക്കും പ്രിസ്ക്രിപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രിസ്ക്രിപ്ഷൻ കമ്പൽസറി ആയിട്ടുള്ള മെഡിസിൻസിൻ്റെ. പക്ഷേ ഒരുപാട് പേരും ആ ഡേറ്റൊക്കെ കഴിഞ്ഞ് വർഷങ്ങളും കഴിഞ്ഞ് കുറേ വർഷവും കഴിഞ്ഞ് ഈ പ്രിസ്ക്രിപ്ഷൻ തന്നെ വെച്ചിട്ട് ഈ മെഡിസിൻ ഇങ്ങനെ വാങ്ങി കഴിക്കും. ഓക്കെ, ബിസിനസ് എന്നൊരു സംഭവം മാത്രം ഉദ്ദേശിക്കുന്ന ഫാർമസിയിൽ നിന്ന് ഇത് കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷേ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല. അത് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയാണ് മോശമാവുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു മരുന്ന് ഒരു 1 വീക്കിൽ കഴിക്കാൻ എഴുതി കഴിഞ്ഞാൽ ആ 1 വീക്ക് കഴിക്കാൻ പാടുള്ളൂ. ആ 1 വീക്ക് കഴിഞ്ഞ് വർഷങ്ങളോളം അത് കഴിച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? ഇത് ഡോക്ടർ പോലും അറിയുന്നുണ്ടാവില്ല. ഒരു മരുന്ന് അനാവശ്യമായി കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതെല്ലാം പോട്ടെ, ഒരു മരുന്ന് ജസ്റ്റ് ഒരു പേര് അല്ലെങ്കിൽ മരുന്നിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ ആണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രെങ്തിൽ തന്നെ ഒരു ചെറിയ വ്യത്യാസം വന്നാൽ വലിയ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ശരിക്കും മലയാളികൾ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അപകടത്തിലാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏത് മരുന്നാണെങ്കിലും അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ട്. ആ ഡ്യൂറേഷൻ കഴിഞ്ഞ് നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, അത് മറു സൈഡിൽ നിങ്ങളുടെ ആരോഗ്യത്തെ വളരെ മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫാർമസിസ്റ്റ് ഈ മരുന്ന് തരാൻ മടിയുണ്ട്, നമുക്ക് പ്രിസ്ക്രിപ്ഷൻ കമ്പൽസറി ആയിട്ടുള്ള മരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ തരാൻ മടി കാണിച്ചാൽ നിങ്ങൾ തമ്മിൽ ശത്രുക്കളൊന്നുമല്ല, യാതൊരു വൈരാഗ്യവും ഇല്ല, നേരത്തെ മുൻപരിചയവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ദോഷമുള്ളതുകൊണ്ടല്ലേ, അത് അങ്ങനെ കഴിക്കാൻ പാടില്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ എതിർക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡോക്ടറുടെ അറിവോട് കൂടി അല്ല നിങ്ങളത് ചെയ്യുന്നത്. അപ്പോൾ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ ദേഷ്യമായി, വൈരാഗ്യമായി, മോശം റിവ്യൂ ആയി. കഴിഞ്ഞ ദിവസം ഒരു സംഭവം അങ്ങനെ ഉണ്ടായി. ഒരു ലേഡി ഇതുപോലെ തന്നെ NRX 2025 ഡേറ്റ്, ഇപ്പോൾ വർഷം എത്ര, 1 വർഷം കറക്റ്റ് കഴിഞ്ഞു, അതിൻ്റെ ഡ്യൂറേഷനും കഴിഞ്ഞു. അവരത് എവിടുന്നോ ഇങ്ങനെ മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു അത് അടുത്തിട്ടായിരിക്കും അവർ നിർത്തി. അത് കഴിഞ്ഞ് കോൺടാക്ട് ചെയ്ത് നമ്മുടെ അടുത്ത് വരുത്തി. ഞാൻ അവർ മാക്സിമം കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ അവർ കേൾക്കാൻ തയ്യാറല്ല. അവർക്ക് അത് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ മാം ഈ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് തരാൻ പറ്റില്ല, ഇത് 1 വർഷം മുന്നേ ഉള്ള ഡേറ്റാണ്. അവർ വിട്ടുവീഴ്ച ചെയ്യൂല. അവസാനം ഓണറുടെ മെയിൽ ID വേണം, ഓണറുടെ നമ്പർ വേണം, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഫാർമസിസ്റ്റ് ആണോ അല്ലയോ, പിന്നെന്താ പറയുക, എൻ്റെ പേര്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഐ വിൽ ഹാൻഡിൽ ഇറ്റ്, ഞാൻ ഇതിനെതിരെ ആക്ഷൻ എടുക്കുന്നത്. എന്ത് ആക്ഷനാണ് എടുക്കുന്നത് എനിക്ക് അവരറിയില്ല. ഞാനും അവർ തമ്മിൽ ശത്രുക്കളില്ല. ഞാൻ എതിർക്കുന്നെങ്കിൽ അത് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ, അങ്ങനെ കഴിക്കാൻ പാടില്ലാത്തത് കൊണ്ടല്ലേ. മെഡിസിനല്ലേ, എത്ര പറഞ്ഞാൽ ഈ കാര്യത്തിൽ മാത്രം മലയാളികൾ വിദ്യാഭ്യാസം ഉണ്ടാക്കിയിട്ടില്ല. ലജ്ജ തോന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വല്ലാത്ത വാശി. നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് പഠിക്കും. നിങ്ങൾ വിദേശത്താണെങ്കിൽ നടക്കുമോ? ഒരു ഡോളോ പോലും നിങ്ങൾക്ക് കിട്ടില്ല. ഒരു പനിയുടെ മരുന്ന് പോലും നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അവിടെ നിന്ന് കിട്ടുമോ? അവിടെ പോയി എന്തും സഹിച്ച് നിൽക്കും. കേരളത്തിൽ എന്തുമാകാം. ഫാർമസിസ്റ്റിനാ പുച്ഛം, തെറിവിളി, കഷ്ടം.